പാലക്കാടിനെ കുറിച്ച് പറയാതെ വി എസിന്റെ ജീവിതം പൂർണ്ണമാകില്ല. വായിച്ചു തീർക്കാൻ പറ്റാത്തൊരു പാഠപുസ്തകമാകുന്നുണ്ട് വി എസ്. 102 വർഷം എന്ന് പറയുന്നത് 100 വർഷം അദ്ദേഹം ജീവിച്ച ആ കാലഘട്ടങ്ങളിലൊക്കെ ഇനിയും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു, കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. ഈ കണ്ടതൊന്നുമല്ല വി എസ്, നമ്മൾ അറിഞ്ഞതൊന്നുമല്ല വി എസ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളിലെ നമ്മൾ കണ്ടത്. ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പാലക്കാടിനെ കുറിച്ച് പറയാതെ അത് പൂർണ്ണമാകില്ല. പ്രത്യേകിച്ചും മലമ്പുഴ, നമുക്കറിയാമല്ലോ പാലക്കാടിന്റെ മണ്ണിലേക്ക് സഖാവ് വി എസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലായിരുന്നു ഇന്നലെ പാലക്കാട് മുഴുവനല്ല, കേരളം മുഴുവൻ മലയാളികൾ മുഴുവൻ. അതെ, CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് മൗനജാഥയുണ്ടായിരുന്നു. തുടർന്ന് സർവകക്ഷി അനുശോചന യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നലെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അതെ വി എസിനെ അവസാനമായി വന്നൊരു നോക്ക് കാണാൻ പറ്റാത്ത മനുഷ്യന്മാർ മൗനജാഥ സംഘടിപ്പിച്ചും മൗനമായി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുമൊക്കെയായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടിയത്. നമുക്ക് കാണാം റിപ്പോർട്ട്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ വേർപാടിൽ പാലക്കാട് സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു. ജനങ്ങളുടെ നേതാവായിരുന്നു VS എന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. നമ്മുടെ എല്ലാം മനസ്സിൽ നിന്ന് ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാകുന്നതിന് തുല്യമായ ഒരു സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതുപോലൊരു വിപ്ലവകാരി ഇനി നമ്മുടെ നാട്ടിലുണ്ടാവുമോ എന്ന് നമുക്കാർക്കും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളിലും VS ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നുവെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ. തനിക്ക് ബോധ്യമുള്ള എല്ലാ കാര്യങ്ങളെയും ശക്തമായി ആ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും പോയി, ഏത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും സഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു VS ഉണ്ടായിരുന്നു. 2 അക്ഷരം കൊണ്ട് എല്ലാവരും അറിഞ്ഞ നേതാവായിരുന്നു VS എന്ന് കോൺഗ്രസ് നേതാവ് KA ചന്ദ്രൻ. നമ്മുടെ ഇടയ്ക്ക് സ്നേഹ ബഹുമാനത്താൽ ആദരിക്കപ്പെട്ട 2 അക്ഷരം കൊണ്ട് എല്ലാവരും അറിയുന്ന VS എന്ന VS അച്യുതാനന്ദൻ. CPI മുതിർന്ന നേതാവ് V ചാമുണ്ണി, CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്, ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി മുരുകദാസ്, കേരള കോൺഗ്രസ് നേതാവ് കുശലകുമാർ, BJP നേതാവ് മധു എന്നിവർ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.